Hello guys, welcome back to my channel. ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഹൈ ക്വാളിറ്റി സാംപാക്കിൻ്റെ കണ്ടിന്യൂസ് ബാൻഡ് സീലിംഗ് മെഷീനാണ്. ഇത് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് മേടിച്ചാണ്. നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചാണ്. സോ ഇതിവിടെ ബാംഗ്ലൂരിലും ഇതിൻ്റെ ബ്രാഞ്ചുണ്ട്, കൊച്ചി, ചെന്നൈ എല്ലായിടത്തിലും ഇതിൻ്റെ ബ്രാഞ്ചുണ്ട്. കോയമ്പത്തൂർ ബേസ്ഡ് കമ്പനിയാണ്. സോ നമുക്ക് ഇത് എങ്ങനെ അൺബോക്സ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കമ്പനിയിൽ തന്നെ ഇത് ഫുൾ സീലായിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെ ഫുൾ സീലായിട്ടാണ് കൊണ്ടുവരുന്നത്. ഇത് ഡാമേജ് ആവാതിരിക്കാൻ ഫുള്ള് തെർമോക്കോളൊക്കെ പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. സോ അതിൻ്റെ വയറും ഇത് എക്സ്ട്രാ അതിൻ്റെ പാർട്സുകളാണ്. സോ ഇതൊക്കെ ആദ്യം മാറ്റി. ഇത് ഇതിൻ്റെ മാനുവൽ ബുക്കാണ്. സോ FR കണ്ടിന്യൂസ് ബ്രാൻഡ് സീലറാണ്, കമ്പനി സാംപാക്ക്. കൂടെ മാറ്റി. സോ കമ്പനി തന്നെ ഒരു അതിൻ്റെ പാർട്സൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള ഇത് അതിൽ തന്നെ കവർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് എടുത്ത് മാറ്റി ബോക്സ് ഒന്ന് മാറ്റിയ ശേഷം പിന്നെ ഇത് ചെയ്യാം, എന്താ പറയുക. അപ്പോൾ മിഷൻ ബോക്സ് അഴിച്ച് ബോക്സ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സ്വിച്ചുകളും ബാക്കി ഫിറ്റിങ്സും റണ്ണാവണത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് പവർ ഓണ്. ഇത് വന്നിട്ട് സീലിംഗ്. ഇത് പവർ ഓൺ ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബാക്കിയൊക്കെ ഓൺ ചെയ്യാം. ഇത് കൂളിംഗ് ആണ്, ഹീറ്റ് ആയ ശേഷം കൂളിംഗ്. ഇത് വന്നിട്ട് ഈ സീലിങ്ങിൻ്റെ കൺട്രോൾ. നമുക്ക് എത്ര വേണോ അത് കൺട്രോൾ ചെയ്യാം. സീലിങ്ങിൻ്റെ സ്പീഡ് കുറയ്ക്കാം. എമർജൻസി വേണമെങ്കിൽ ഈ ബട്ടൺസിൽ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് ഇതാണ് സീലിംഗ്, കവറിൻ്റെ സീലിംഗ് ആണ്. അത് എത്ര വേണോ അത് അത്രയും സെറ്റ് ചെയ്യാം. ഈ 170 ആയിക്കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പാവും. സ്റ്റോപ്പായി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് കൊടുക്കാം. ഇത് വന്നിട്ട് കുറയ്ക്കുകയും ചെയ്യാം. ഇത് കൂട്ടുകയാണ്, ഇത് സെറ്റ് ചെയ്യണത്, ഇത് കുറയ്ക്കണത്. അത് വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര സ്പീഡ് ഇത് വന്നിട്ട് കൂട്ടുന്തോറും വെക്കുന്തോറും ആണെങ്കിൽ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കും. അത് നമ്മൾ വെക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്പീഡ്, ഈ കറങ്ങുന്ന സ്പീഡ് ആയിക്കൊണ്ടിരിക്കും. സോ സ്പീഡ് വെക്കാൻ 1 മിനിറ്റിൽ ഇത്രയും പറഞ്ഞിട്ട് പാക്ക് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കും. സോ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ 15 സെക്കൻഡ് കൊണ്ട് കയറി കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡൊക്കെ ഒരെണ്ണം പാക്ക് ചെയ്ത്. ഇതൊരു 10 മിനിറ്റ്, ഒരു 4-5 കിലോ ഒക്കെ ഒരു 10 മിനിറ്റ് പാക്ക് ചെയ്ത്. അതല്ലാതെ സീലിംഗ് സ്പീഡ് വന്നിട്ട് മിനിമം 12 മിനിറ്റ്. സീലിംഗ് വിഡ്ത്ത് 6 to 12 ആണ് ഇതിലുള്ളത്. ടെമ്പറേച്ചർ റേഞ്ച് 300 ഡിഗ്രി സെൽഷ്യസ് ആണ്, 0.300 ഡിഗ്രി സെൽഷ്യസ്. അതല്ലാതെ സിംഗിൾ ഡയർ ഫിലിം മാക്സൺ തിക്നെസ്, അതായത് അതിൻ്റെ തിക്നെസ് കാണിക്കുന്നത്, ലെയർ തിക്നെസ് 0.8 ആണ്. മാക്സിമം ലോഡിങ്, അതായത് പാക്ക് ചെയ്യാൻ പറ്റുന്ന ലോഡിങ് 3 കിലോ ആണ്. 3 കിലോ വരയ്ക്കും നമുക്ക് ഇതിൽ അറ്റ് എ ടൈം പാക്ക് ചെയ്യാം. സോ അത് 3 കിലോ ഒറ്റ പാക്കായിട്ട് വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ കിലോ ഒരേ ബാഗ് 3 കിലോ വെച്ചിട്ട് വരയ്ക്കും പാക്ക് ചെയ്യാം. ഓരോരോ കിലോ വെച്ചിട്ടും പാക്ക് ചെയ്യാം. 3 കിലോ വരയ്ക്കും വെച്ചിട്ട് അതേമാതിരി പാക്ക് ചെയ്യാം. അതും കൂടെയാണ് അതിൻ്റെ ഒരു മാക്സിമം ഇതുള്ളത്, ലോഡ് കപ്പാസിറ്റി. സൈസ് വന്നിട്ട്
മെഷീൻ സൈസ് വന്നിട്ട് 800 × 400 × 305. ടോട്ടൽ വെയ്റ്റ് ഉള്ളത് 19 കിലോ ആണ് ടോട്ടൽ വെയ്റ്റ്. അതാണ് ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് എല്ലാം കൂടെ. സോ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ കവറിൻ്റെ ഗേജ് 350 ഗേജാണ് കവറെന്ന് പറയുന്നത്, PP കവർ. ഇനി വേണമെങ്കിൽ സ്പീഡ് കൂട്ടാം, അതിനനുസരിച്ച് നമ്മൾ സ്പീഡ് കൂട്ടണം, എന്നാലേ പറ്റുള്ളൂ. പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്, എന്നാലേ സ്പീഡ് കൂട്ടാൻ പറ്റുള്ളൂ. അതല്ലാതെ ഈ മെഷീൻ വന്നിട്ട് പ്ലാസ്റ്റിക് ഇതല്ലാതെ, ബാഗുകളല്ലാതെ നമ്മുടെ ഫുഡ് ഐറ്റംസ്, വേറെ ഐറ്റംസ്, എല്ലാ ഇതിനും ഗ്രോസറി ഐറ്റംസ് അതെല്ലാം പാക്ക് ചെയ്യാം. അതല്ലാതെ മെഡിസിൻസ് കമ്പനികൾക്ക് മെഡിസിൻ വേണമെങ്കിലും, അത് കെമിക്കൽ ഇൻഡസ്ട്രീസ് അങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം. സോ അതാണ് ഇതിൻ്റെ മിഷൻ്റെ കൂടുതലായി. ഇതല്ലാതെ ഈ കമ്പനിയിൽ റെഗുലർ പാക്ക് ചെയ്യാനുള്ള, ഇപ്പോൾ രാഗി അതുമാതിരിയുള്ള ഫുഡ് ഐറ്റംസ് പാക്ക് ചെയ്യാനുള്ള വലിയ വലിയ മെഷീനറീസും അവൈലബിൾ ആണ്. സോ ഈ കമ്പനിയുടെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. ഇനിയൊരു ഗുണം, ഈ മെഷീന് ലേബർ ചാർജ് കുറയും. ഒരാൾ വർക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കൂട്ടുന്തോറും ഇത് പാക്കറ്റ് ഇത് കൂടിയിട്ട് വരും. എത്ര സ്പീഡിൽ വേണമെങ്കിലും വയ്ക്കാം, നമ്മൾ റെഡിയാക്കി വയ്ക്കണമെന്ന് മാത്രം. സോ അത് കണ്ടിന്യൂ പാക്കായിട്ട് പോകും. അപ്പോൾ ലേബർ ചാർജ് ഒരാൾ മാത്രം ഉപയോഗിച്ചാൽ മതി, ഒരാളുടെ ഹെൽപ്പ് മാത്രം മതി. ഒരു മെഷീന് എത്ര കണക്കിൽ പാക്ക് ചെയ്ത് റെഡിയാക്കാം ഒറ്റ ദിവസം കൊണ്ട്. സോ അതാണൊരു ഗുണം.